ഹലോ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നിടാൻ കാരണം കുറച്ച് ദിവസമായി ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ കാരണം എന്നാണെന്നറിയാമോ, ഞാൻ നാട്ടിൽ പോകാൻ റെഡിയായി. അപ്പം എൻ്റെ റൂമിൽ ഞാൻ ഇതുണ്ടോ കാണിച്ചിട്ടാവേ, ഞാൻ ബാഗൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചതുണ്ട്. ഈ 2 ബാഗാണ്, ഇതുണ്ട് 2 ബാഗാണ്. 27 കിലോയെ നമുക്ക് കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പിള്ളേർക്ക് അങ്ങനെ ചോക്ലേറ്റ്, അത്യാവശ്യം പിള്ളേർക്കൊന്ന് കഴിക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇങ്ങനെ കേരളത്തിൽ തന്നെ കിട്ടുമല്ലോ, നോക്കാം. ആദ്യത്തെ പ്രാവശ്യമല്ലേ പോകുന്നത്, ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചോക്ലേറ്റ്, ഇവിടുത്തെയാണോ നല്ലത് അവിടുത്തെയാണോ നല്ലത്, നല്ല എക്സ്പീരിയൻസ് ഒക്കെ പറയാം കേട്ടോ. അപ്പം ഞാനങ്ങനെ പുറപ്പെടുകയായി. അപ്പം ഞാനന്ന് മേടിച്ച സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചല്ലോ. ഇനിയിപ്പം ഞാൻ പതുക്കെ പുറപ്പെടുക. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം. ഞാൻ നോക്കുന്ന അമ്മച്ചിയോട് എനിക്ക് ബൈ പറയണം, അതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എനിക്ക് നാളെ രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം രാവിലെ 8 മണിക്ക് ഞാനിങ്ങനെ പേടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ യുദ്ധത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. ഇസ്രായേലിലെ യുദ്ധം, ഇന്ന് ഫ്ലൈറ്റ് ക്യാൻസലാവും. ഓരോ മണിക്കൂർ വിട്ട് ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ദൈവാനുഗ്രഹം കൊണ്ട് ഈ വീഡിയോ ഇടുന്നിടം വരെ ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം ദൈവം സാധിച്ചു തരുന്നുണ്ട്. ദൈവത്തിന് നന്ദി. പിന്നെ എന്താ, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ട്രബിളാക്കുന്ന ഒരു റൂളും അവരുടെ അങ്ങനത്തെ, നമുക്ക് ഈ അവധിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് കൃത്യസമയത്ത് ഓരോ വർഷം പോകുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ഒരു ലക്കാണ്. കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ജോലികൾ വെച്ച് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഓരോ കമ്പനികളിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ കൃത്യ ആ ഡേറ്റ് നമുക്ക് ലീവ് എടുത്ത് പോകാം. ഇവിടെ അങ്ങനെയല്ല, കിട്ടുമ്പോൾ ലീവ് 45 ദിവസമൊക്കെ കിട്ടും. പക്ഷെ അത് നമ്മൾ എന്താ പറയുക, നമ്മൾ കെയർ ചെയ്യുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് സാറ്റിസ്ഫൈഡ് ആകണം. ഇവിടെ വന്ന് എനിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്ന സ്റ്റാഫിന് ഇഷ്ടപ്പെടണം. അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട് നമുക്ക് അത് അവരുമായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യിപ്പിക്കണം. ഇത് എന്ന് വെച്ചാൽ നമ്മുടെ പുതിയൊരാൾ വന്ന് അമ്മച്ചിയെ ടേക്ക് കെയർ ചെയ്യുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ അതൊരു ഭാഗ്യമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം വിശേഷങ്ങളിലേക്ക് കിടക്കുക. ഏതായാലും ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് വന്നിട്ട് 1 വർഷം പൂർത്തിയായി. 1.5 മാസം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ പറ്റി. വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പം ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. She made video, and you will put it in the YouTube? Yes, why not? No. You can but put on my face. Okay. I will take my bag soon, then I will go. I will take out the bag, then I will go soon. അമ്മച്ചി പറയുകയാണേ, അമ്മച്ചിയെ യൂട്യൂബിൽ ഇടുവാണോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ മുഖം മറിച്ചിടണമെന്ന് പറയുമായിരുന്നു അമ്മച്ചി കേട്ടോ. ഇത് അമ്മച്ചിയുടെ കൊച്ചുമക്കൾ വന്നപ്പോൾ അമ്മച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇന്ന് തന്നെ ഞാൻ ഇറങ്ങുന്ന ദിവസം തന്നെ അവർ വന്നായിരുന്നു. അപ്പോൾ അന്നേരം ഗിഫ്റ്റ് കൊടുത്താണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ്. ട്രാമിൽ കയറാനായിട്ട് ഇനി പോവുകയാണ്. താങ്ക് യു. സൂപ്പർ ബ്യൂട്ടിഫുൾ സിറ്റി അല്ലേ, അടിപൊളിയല്ലേ. അപ്പം ഞാനിങ്ങനെ ട്രാം വരുന്നു നോക്കിയിരിക്കണം. ട്രാം വന്നു കഴിയുമ്പോൾ ട്രാമിൽ കയറി നമ്മുടെ സെൻട്രൽ ബസ് സ്റ്റേഷനിലെത്തും. അവിടെയാണ് റെയിൽവേ സ്റ്റേഷനും. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. എനിക്ക് പോകാനുള്ള ട്രാം. അങ്ങനെ ഞാൻ ഇതിലോട്ട് കയറാൻ പോവാണ്. അങ്ങനെ ഞാൻ ട്രാമിൽ കയറി. ഹലോ, റെയിൽവേ സ്റ്റേഷനിൽ കൂടെ എനിക്ക് ഇത്രയും ഈ ബാഗ് വെച്ച് ഇരിക്കുന്ന ബാഗ് കണ്ടോ, ആ ബാഗ് വെച്ച് എനിക്ക് ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങണമായിരുന്നേ. ആ ബാഗ് വെച്ച് എനിക്ക് ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങണമായിരുന്നു. അപ്പോൾ 2 പിള്ളേർ, ഇസ്രായേൽക്കാർ പിള്ളേർ 2 പേരും ഞങ്ങൾ എടുത്തോളാം, ഞങ്ങൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് എന്നെ താഴെ ഇവിടെ എത്തിച്ചു കേട്ടോ. എൻ്റെ ദൈവം, ഞാൻ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഗോഡ് ബ്ലസ് യു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അനുഗ്രഹിച്ചു വിട്ടു. എന്തായാലും നല്ലതായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, ആ പിള്ളേർ നല്ല 2 പയ്യന്മാർ
വന്ന് ഈ രണ്ട് ബാഗും കൂടെ അവർ ചുമന്നുകൊണ്ട് എനിക്ക് അവിടെ ഓപ്പോസിറ്റ് എസ്കലേറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അത് 2 എസ്കലേറ്റർ മുകളിലോട്ടാണ് പോകുന്നത് കേട്ടോ, താഴോട്ടല്ല. കണ്ടോ, അതുണ്ടോ, ഈ സൈഡിലും കണ്ടോ. അപ്പോൾ ഇനി നോക്കാം. ഇനി ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ, അത് എവിടെയാണെന്ന് പറഞ്ഞില്ല, ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലാണ്. ഇനി ജെറ്റ് ട്രെയിനിലാണ് പോകുന്നത്. ആദ്യം ബസ്സിൽ കയറി സ്റ്റോപ്പിൽ ഇറങ്ങി, അത് കഴിഞ്ഞ് ട്രാമേ കയറി, അത് കാണിച്ചല്ലോ. ഇനിയിപ്പം എയർപോർട്ടിലോട്ട് പോവുക. ജെറ്റ് ട്രെയിനിൽ പോയവർ 20 മിനിറ്റേ ഉള്ളൂ ബെൻഗുരിയോൻ എയർപോർട്ടിലോട്ട് എത്താനായിട്ട്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. ബാബാ എല്ലാവരും സോറി, ഞങ്ങളിങ്ങനെ ജെറ്റ് ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇത്രയും ഹെവി ബാഗേജ് ഉണ്ടായത്. പിന്നെയും ദൈവം എനിക്ക് ഓരോരുത്തരെ കൊണ്ട് തന്നു. 3 പേരെന്നെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് എല്ലാവരും ഓടിപ്പാഞ്ഞ് അടിപൊളിയായിട്ട് അപ്പോൾ അടിപൊളിയായിട്ട് അവരെ 3 പേരെ അവർക്ക് കാണിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ കാണിക്കുന്നില്ല. അപ്പോൾ മൈ ഇയർ വിൽ ക്ലോസ് ദെൻ എൻ്റർ ഇൻ ദിസ്. If it's clear, I will do like this. Otherwise, I will say from background. അപ്പോൾ അവർ ചോദിക്കും. അപ്പോൾ അവരൊക്കെ കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒത്തിരി താങ്ക്സ് അവരോട് പറയണം. താങ്ക്സ്. എൻ്റെ ബാഗ്, ഒരു ബോയ് ഉണ്ടായിരുന്നു, 2 ഗേൾസും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ ബിഗ് ബാഗ് ബോയ് ഹെൽപ്പ് യു ടു ടേക്ക്. ദെൻ the small bag took by another girl. Then again I said thanks to them. So I am very happy. Then let's see from Tel Aviv, not Tel Aviv, Ben-Gurion Airport. Okay, bye. അങ്ങനെ ഞാൻ ബെൻഗുരിയോൻ എയർപോർട്ടിൽ ഇറങ്ങി. അപ്പം ഞാൻ ഇറങ്ങിയ ജെറ്റ് ട്രെയിൻ അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ ഞാൻ ഇനി വെയിറ്റിംഗ് കേട്ടോ. അങ്ങനെ ബാഗും ഒക്കെ ആയിട്ട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അവിടെ 2 പിള്ളേരെ കിട്ടിയെന്ന് പറഞ്ഞില്ല. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ എവിടെയൊക്കെയോ തപ്പിപ്പിടിച്ച് പോകണം. അങ്ങനെ എൻ്റെ ബാഗ് എടുക്കാൻ വീണ്ടും എയർപോർട്ടിൽ നിന്ന് 2 ഇസ്രായേലി പയ്യന്മാർ സഹായിക്കാൻ വന്നു. അപ്പം അവർ എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോവുക കേട്ടോ. കണ്ടോ, എൻ്റെ ബാഗാണ്. അപ്പം അവിടെയും എന്നെ സഹായിക്കാൻ ആൾക്കാർ വന്നു. എപ്പോഴും ഓരോരുത്തർ വന്നതിനോട് ചോദിക്കുമോ എന്നാന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എയർപോർട്ടിൻ്റെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് വന്നിറങ്ങി. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ മീറ്റ് ചെയ്യും. അങ്ങനെ ഈ നൈറ്റ് മൊത്തം ഞങ്ങളിങ്ങനെ ഈ എയർപോർട്ടിൽ ഇരിക്കേണ്ടതായിരുന്നു. രാവിലെ 8 മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ കേട്ടോ. അപ്പം ട്രെയിനല്ല, ഫ്ലൈറ്റ്. അപ്പം യഹൂദന്മാർ കണ്ടോ, അവർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, പാട്ട് പാടി പ്രാർത്ഥിക്കുകയാണ്. അതൊരു കൗതുകമായി തോന്നി. എയർപോർട്ടിൽ അവർ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ്. അവർ കുറേ പേര് വന്ന് ജോയിൻ ചെയ്യും ഇവിടുന്ന്. അപ്പോൾ ഇവർ 3-4 പേര് കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറേ പേര് വന്ന് അവരുടെ കൂടെ കൂടും. അങ്ങനെ അവർ ഡാൻസും പാട്ടും പ്രെയറും ഒക്കെ ആയിട്ട് ചിലർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട് ഓവർ ടൈം ആകുമ്പോൾ. അപ്പോൾ അവരങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലിരുന്ന്. അപ്പോൾ ഞങ്ങളിത് കണ്ടുകൊണ്ട് ഇങ്ങനെ അവരൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹലോ എല്ലാവർക്കും. ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? ഇപ്പോൾ സമയം രാവിലെ 2 മണി ആയതേ ഉള്ളൂ കേട്ടോ. എൻ്റെ പൊന്നെ, രാവിലെ അല്ലേ ഫ്ലൈറ്റ്. അപ്പം എന്ത് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെൻഗുരിയോൻ എയർപോർട്ടിൻ്റെ ടോയ്ലറ്റിലിരിക്കുവാണ് ഞാൻ. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റില്ല, ക്ലോസറ്റിലല്ല. ഞാനിങ്ങനെ പുറത്ത് ഇവിടെ ഒരു സ്വിച്ച് ബോർഡുണ്ട്. എൻ്റെ ഫോണും കുത്തി വെച്ചുകൊണ്ട്
പുതച്ച് മൂടി ഞാൻ ഇങ്ങനെ ഇരിക്കും. ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ പറ്റുമോ? 8 മണി വരെ വെയിറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം ബൈ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് നേരം വെളുത്തു. ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ സമയമായി വരുന്നു. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ ഇങ്ങനെ കുറച്ച് വീഡിയോ ചെറിയ ഷൂട്ടിങ്ങൊക്കെ ആയിട്ട് ഞാൻ വന്നതാണ്. അപ്പം സമയമായി നാട്ടിലേക്ക് പോകാൻ, പിള്ളേരെയൊക്കെ കാണാനുള്ള ആ കൊതി കാരണം അതിൻ്റെ ഒരു ഭയങ്കര ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ ഇവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഒരു ഹായ് പറഞ്ഞൊരു ഹായ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ കാത്തിരുന്ന ആ ശുഭമുഹൂർത്തം, പ്രവാസികളായിരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ആ ശുഭമുഹൂർത്തം എത്തി. അപ്പം അങ്ങനെ ഫ്രം ഇസ്രായേൽ ടു കേരള.